മജ്ജിമ നികായ 11 ചൂള സീഹനാദ സുത്ത്. ചൂള എന്ന് പറയുമ്പോൾ ചെറിയത്, സീഹനാദം എന്ന് പറയുന്ന സമയത്ത് സിംഹത്തിൻ്റെ ഗർജനം. ഒരിക്കൽ ഭഗവാൻ ബുദ്ധൻ ശ്രാവസ്തിയിൽ ജേതവനത്തിൽ അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ താമസിക്കുകയായിരുന്നു, വിഹരിക്കുകയായിരുന്നു. അപ്പോൾ ബുദ്ധൻ ഭിക്ഷുക്കളെ അഭിസംബോധന ചെയ്തു. ഭിക്ഷുക്കളെ, പറഞ്ഞാലും ഗുരുവേ എന്ന് പറഞ്ഞ് ആ ഭിക്ഷുക്കൾ പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു: ഭിക്ഷുക്കളെ, ഇവിടെ മാത്രമേ സമണന്മാരുള്ളൂ. ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ ശരിയായിട്ടുള്ള സമണന്മാർ ഇവിടെ മാത്രമേ ഉള്ളൂ. സമണ എന്നത് ഒരു പാലി വാക്കാണ്. സംസ്കൃതത്തിൽ ശ്രമണൻ എന്ന് പറയും. അതായത് ശ്രമം ചെയ്യുന്നവൻ, ഒരു ഭിക്ഷു, സന്യാസി, ഇവരെയൊക്കെയാണ് ശ്രമണൻ അല്ലെങ്കിൽ സമണൻ എന്ന് വിളിക്കുന്നത്. എന്തിനു വേണ്ടി ശ്രമിക്കുന്നു? മുക്തിക്ക് വേണ്ടി ശ്രമിക്കുന്നു. ഇവിടെ 4 ശ്രമണന്മാരെക്കുറിച്ച് പറഞ്ഞു. ആരൊക്കെയാണ് ഈ 4 ശ്രമണന്മാർ? ഒരു വ്യക്തി ധർമ്മമാർഗത്തിൽ സഞ്ചരിച്ച് മുക്തിയുടെ ആദ്യത്തെ അനുഭവം നേടി. ആ വ്യക്തിയെ ശ്രോതാപന്നൻ എന്ന് പറയുന്നു. അതായത് മുക്തിയുടെ സ്രോതസ്സിൽ അല്ലെങ്കിൽ ഒഴുക്കിൽപ്പെട്ടു. ഇനി ഏറ്റവും കൂടുതൽ 7 ജന്മങ്ങൾ മാത്രമേ ആ വ്യക്തിക്ക് ഉണ്ടാകുകയുള്ളൂ. അതിനുള്ളിൽ ആ വ്യക്തി അർഹന്തനായിട്ട് തീരും. ലോകത്തിലെ ഒരു ശക്തിക്കും ആ വ്യക്തിയെ അർഹന്തനാകുന്നതിൽ നിന്ന് തടയാൻ സാധിക്കില്ല. അതാണ് ശ്രോതാപന്നൻ, മുക്തിയുടെ 1ാമത്തെ അവസ്ഥ. കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മുക്തിയുടെ 2ാമത്തെ അവസ്ഥ, ആ അനുഭവം ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന സമയത്ത് ആ വ്യക്തിയെ സഗതാഗാമി എന്ന് വിളിക്കുന്നു. സഗതാഗാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യലോകത്ത് അല്ലെങ്കിൽ ദേവലോകത്ത് ഒരു പ്രാവശ്യം കൂടി വന്ന് ജനിക്കും. അതിനുശേഷം ആ വ്യക്തി അർഹന്തനാവും. 3ാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് അനാഗാമി എന്ന അവസ്ഥയാണ്. ആ മുക്തിയുടെ 3ാമത്തെ അവസ്ഥ നേടിയ വ്യക്തി മനുഷ്യലോകത്തോ ദേവലോകത്തോ വന്ന് ജനിക്കില്ല. നേരെ ബ്രഹ്മലോകത്തായിട്ടായിരിക്കും ജനിക്കുക. അവിടെ നിന്ന് അർഹന്തനാവും. ആ വ്യക്തിയാണ് അനാഗാമി എന്ന് പറയുന്നത്. അർഹന്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ തന്നെ മുക്തനായി ഇനി ഒരു സ്ഥലത്തും പുനർജന്മം ഇല്ല. ആ 4 വ്യക്തികൾ, അതായത് മുക്തരായിട്ടുള്ള 4 വ്യക്തികൾ ഈ സദ്ധർമ്മത്തിൽ മാത്രമേ ഉള്ളൂ, ബുദ്ധൻ പഠിപ്പിച്ചിട്ടുള്ള ധർമ്മത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റ് ഒരിടത്തും ഇല്ല എന്നാണ് ബുദ്ധൻ പറയുന്നത്. അതായത് മുക്തരായിട്ടുള്ള, ശരിയായിട്ടുള്ള രീതിയിൽ മുക്തരായിട്ടുള്ള ഒരു വ്യക്തിയും മറ്റൊരു ധർമ്മത്തിൽ ഇല്ല എന്ന് ബുദ്ധൻ പറയുന്നു. മറ്റുള്ള ധർമ്മങ്ങളിൽ ഈ ശ്രമണന്മാർ ശൂന്യരാണ്. അതായത് ഇത്തരം ഭിക്ഷുക്കൾ അവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കില്ല. 4 തരത്തിലുള്ള മുക്തരായിട്ടുള്ള ഭിക്ഷുക്കളെ നമ്മൾക്ക് മറ്റുള്ള ധർമ്മത്തിൽ ഒരിക്കലും കാണാൻ സാധിക്കില്ല. ഭിക്ഷുക്കളെ, നിങ്ങൾ ഈ രീതിയിൽ സിംഹഗർജനം ചെയ്യണം. അതായത് ഇവിടെ മാത്രമേ ഇത്തരം മുക്തരായിട്ടുള്ള വ്യക്തികളെ കാണാൻ പറ്റുകയുള്ളൂ എന്ന് നിങ്ങൾ സിംഹഗർജനം ചെയ്യണം എന്നാണ് ബുദ്ധൻ പറയുന്നത്. അങ്ങനെ പറയുന്ന സമയത്ത് ഭിക്ഷുക്കളെ, അന്യസമ്പ്രദായത്തിലുള്ള പരിവ്രാജകന്മാർ അല്ലെങ്കിൽ സന്യാസിമാർ തീർച്ചയായിട്ടും ഇങ്ങനെ പറയാൻ സാധ്യതയുണ്ട്: ആയുഷ്മാൻ, അന്യ മതങ്ങളിൽ ഈ 4 തരത്തിലുള്ള മുക്തപുരുഷന്മാരെ കാണാൻ സാധിക്കില്ല എന്ന് താങ്കൾ ഇത്ര ദൃഢവിശ്വാസത്തോടുകൂടി ഉറപ്പിച്ച് എങ്ങനെ പറയാൻ സാധിക്കും? അതിൻ്റെ കാരണമെന്താണ്? അതിൻ്റെ ന്യായമെന്താണ്? അപ്പോൾ നിങ്ങൾ അന്യമതസ്ഥരായിട്ടുള്ള ആ പരിവ്രാജകന്മാരോട് ഇങ്ങനെ പറയണം: 4 ധർമ്മങ്ങളുണ്ട്. അത് ആ അർഹന്തനായിട്ടുള്ള സംബുദ്ധൻ അറിഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതാണ് അദ്ദേഹം വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഞങ്ങളും ആ 4 ധർമ്മങ്ങളെ സ്വയം ഞങ്ങളിൽ കണ്ടു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ ധർമ്മത്തിൽ മാത്രമേ 4 തരത്തിലുള്ള ആ ശ്രമണന്മാരെ കാണാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ള ധർമ്മങ്ങളിൽ ഈ ശ്രമണന്മാർ ശൂന്യന്മാരാണ്. അതായത് ആ ധർമ്മങ്ങളിൽ ഈ ശ്രമണന്മാരെ കാണാൻ സാധിക്കില്ല. ആ 4 ധർമ്മങ്ങൾ എന്താണ്? മിത്രമേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ശാസ്താവ് അല്ലെങ്കിൽ ഗുരുവിൽ ശ്രദ്ധയുണ്ട്. ഞങ്ങൾ പ്രസന്നരാണ്. ധർമ്മത്തിൽ
ശ്രദ്ധയുണ്ട്, അതിൽ ഞങ്ങൾ പ്രസന്നരാണ്. ഞങ്ങൾ ഞങ്ങളുടെ ശീലത്തെ പരിപൂർണമാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ധർമ്മത്തിൽ സഞ്ചരിക്കുന്ന മറ്റുള്ളവരെയും ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അവർ ഞങ്ങൾക്ക് പ്രിയങ്കരരാണ്. ഗൃഹസ്ഥരും അതേപോലെ തന്നെ പ്രവജ്യ നേടിയവരും, അതായത് സന്യാസം നേടിയവരും. ഇതാണ് ആ അർഹന്തൻ സമ്മാസംബുദ്ധൻ ആയിട്ടുള്ള അദ്ദേഹം അറിഞ്ഞതും കണ്ടതും. ഇത് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം അനുഭവത്തിൽ അറിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, ഈ ധർമ്മത്തിൽ മാത്രമേ ഈ 4 തരത്തിലുള്ള ശ്രമണന്മാരെ നമ്മൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു ധർമ്മത്തിലും നമ്മൾക്ക് ഇത്തരം ശ്രമണന്മാരെ, അതായത് മുക്തി നേടിയ വ്യക്തികളെ കാണാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ അന്യധർമ്മത്തിലുള്ള ആ പരിവ്രാജകന്മാർ ഒരു പക്ഷേ ഇങ്ങനെ പറയും, ഞങ്ങൾക്കും ഞങ്ങളുടെ ടീച്ചറിൽ ശ്രദ്ധയുണ്ട്, ഞങ്ങൾക്കും ഞങ്ങളുടെ ധർമ്മത്തിൽ ശ്രദ്ധയുണ്ട്, ഞങ്ങളും ഞങ്ങളുടെ ശീലങ്ങളെ പരിപൂർണമാക്കിയിട്ടുണ്ട്, ഞങ്ങൾക്കൊപ്പം സാധന ചെയ്യുന്ന വ്യക്തികളെയും ഞങ്ങൾക്ക് ഇഷ്ടമാണ്, പ്രിയമാണ്, അത് ഗൃഹസ്ഥന്മാരായാലും സന്യാസിമാരായാലും. അങ്ങനെയാണെങ്കിൽ മിത്രമേ, നിങ്ങളും ഞങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പോൾ നിങ്ങൾ അവരോട് ഇങ്ങനെ പറയണം, മിത്രമേ, നിങ്ങളുടെ ലക്ഷ്യം ഒന്നാണോ അതോ അനേകമാണോ? അതായത് എല്ലാവരും ഒരു ലക്ഷ്യത്തിനു വേണ്ടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതാണ് മുക്തി, മോക്ഷം, ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ള രീതിയിൽ ഉത്തരം നൽകിക്കൊണ്ട് അവർ പറയും, മിത്രമേ, ഞങ്ങളുടെ ലക്ഷ്യം ഒന്നു തന്നെയാണ്, അനേകം അല്ല. മിത്രമേ, നിങ്ങളുടെ ലക്ഷ്യം രാഗമുള്ളവർക്ക് വേണ്ടിയുള്ളതാണോ രാഗമില്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണോ? അപ്പോൾ അന്യ പരിവ്രാജകർ ഇങ്ങനെ പറയും, ആ ലക്ഷ്യം രാഗമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്, രാഗം ഉള്ളവർക്ക് വേണ്ടിയതല്ല. ആ ലക്ഷ്യം ദ്വേഷമുള്ളവർക്ക് വേണ്ടിയാണോ ദ്വേഷം ഇല്ലാത്തവർക്ക് വേണ്ടിയാണോ? അപ്പോൾ അവർ പറയും, ആ ലക്ഷ്യം ദ്വേഷമില്ലാത്തവർക്ക് വേണ്ടിയാണ്, ദ്വേഷം ഉള്ളവർക്ക് വേണ്ടിയല്ല. ആ ലക്ഷ്യം മോഹമുള്ളവർക്കാണോ മോഹം ഇല്ലാത്തവർക്കാണോ? അപ്പോൾ അവർ പറയും, അത് മോഹമില്ലാത്തവർക്കാണ്. അതായത് ഇവിടെ പറയുന്നത്, രാഗദ്വേഷ മോഹങ്ങൾ ഉള്ളവർക്ക് ഒരിക്കലും ആ മുക്തി ലഭിക്കില്ല എന്ന് എല്ലാ ധർമ്മക്കാർക്കും അറിയാം. എന്താണ് ഈ രാഗം, എന്താണ് ഈ ദ്വേഷം, എന്താണ് ഈ മോഹം? നമ്മുടെ മനസ്സിൽ നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് ഇഷ്ടമുള്ള ചിന്തകൾ വരും. എനിക്കിഷ്ടമാണ്, പ്രിയമാണ് എന്നുള്ള ചിന്തകൾ, അത് രാഗം. ഇഷ്ടമില്ലാത്ത ചിന്തകൾ വരും, എനിക്കിഷ്ടമല്ല, അത് ദ്വേഷം. ഈ രാഗദ്വേഷ ചിന്തകൾ തൻ്റെയാണ് എന്നുള്ള ആ മിഥ്യാബോധം, അതിനെയാണ് മോഹം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കണം, ആ ലക്ഷ്യം തൃഷ്ണയുള്ളവർക്കാണോ തൃഷ്ണ ഇല്ലാത്തവർക്കാണോ? തൃഷ്ണ എന്നാൽ പഞ്ച ഇന്ദ്രിയങ്ങളിലും പ്രിയപ്പെട്ട കാര്യങ്ങൾക്കായിട്ടുള്ള ആസക്തിക്കാണ് തൃഷ്ണ എന്ന് പറയുന്നത്. അപ്പോൾ ആ പരിവ്രാജകന്മാർ പറയും, തൃഷ്ണയില്ലാത്തവർക്കാണ് ഈ മാർഗം, തൃഷ്ണയുള്ളവർക്കല്ല. ഈ മാർഗം ഉപാദാനമുള്ളവർക്കാണോ ഉപാദാനം ഇല്ലാത്തവർക്കാണോ? ഉപാദാനം എന്ന് പറയുമ്പോൾ ആസക്തി, അതായത് ഇന്ദ്രിയ വിഷയങ്ങളോട് ഉള്ള ആസക്തി, അതിനെയാണ് ഉപാദാനം എന്ന് പറയുക. അത് എൻ്റെയാണ്, എന്നിലാണ് എന്ന് പറയുന്ന ആ ഒട്ടിപ്പിടിക്കൽ, അതിനെയാണ് ഉപാദാനം എന്ന് പറയുക. അപ്പോൾ ആ പരിവ്രാജകർ പറയും, ഇത് ഉപാദാനം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ആ ലക്ഷ്യം വിദ്വാൻമാർക്കുള്ളതാണോ മൂഢന്മാർക്കുള്ളതാണോ? അപ്പോൾ ആ പരിവ്രാജകന്മാർ പറയും, അത് വിദ്വാൻമാർക്കുള്ളതാണ്, മൂഢന്മാർക്കുള്ളതല്ല. ആ ലക്ഷ്യം അത് അംഗീകരിക്കുന്നവർക്കും എതിർക്കുന്നവർക്കും ഉള്ളതാണോ അംഗീകരിക്കാത്തവർക്കും എതിർക്കാത്തവർക്കും ഉള്ളതാണോ? അപ്പോൾ അവർ പറയും, അത് അംഗീകരിക്കുന്നവർക്കും എതിർക്കുന്നവർക്കും ഉള്ളതാണ്, അംഗീകരിക്കാത്തവർക്കും എതിർക്കാത്തവർക്കും ഉള്ളതല്ല എന്ന്. ഇതിൻ്റെ അർത്ഥം എന്താണ്? അതായത് 2 വിഭാഗത്തിലുള്ള ആൾക്കാർ ഓരോ ധർമ്മത്തിലും ഉണ്ടാകും. ഒരു ധർമ്മത്തെ അറിഞ്ഞ് അതിൽ ശ്രദ്ധയുണ്ടാകുന്ന സമയത്ത് ഒരു വിഭാഗം ആൾക്കാർ അംഗീകരിക്കും, മറ്റൊരു വിഭാഗം അതിനെ അറിഞ്ഞിട്ട് അതിലെ കുറവുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ എതിർക്കാൻ ശ്രമിക്കും. ആ എതിർക്കാൻ ശ്രമിക്കുന്നവരെ നമ്മൾ ശരിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വീണ്ടും ശ്രദ്ധയുള്ളവരായിട്ട് തീരും.
അതുകൊണ്ടാണ് അംഗീകരിക്കുന്നവരും എതിർക്കുന്നവർക്കും വേണ്ടിയാണ് ഈ ധർമ്മം എന്ന് പറയുന്നത്. എന്നാൽ അംഗീകരിക്കാത്ത ആൾക്കാരും എതിർക്കാത്ത ആൾക്കാരും അവർക്ക് ഇതിനെപ്പറ്റി അറിയണമെന്ന് തന്നെ ആഗ്രഹമില്ല. അതുകൊണ്ടാണ് അവർ ന്യൂട്രലായിട്ട് ഇരിക്കുന്നത്. ഈ ധർമ്മത്തെ കൊണ്ട് അവർക്ക് ഒരു പ്രയോജനവുമില്ല. ആ ലക്ഷ്യം പാപപ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കാണോ അതോ പാപപ്രവൃത്തിയിൽ ഏർപ്പെടാത്തവർക്കാണോ? അപ്പോൾ ആ പരിവ്രാജകന്മാർ പറയും, പാപപ്രവൃത്തികളിൽ ഏർപ്പെടാത്തവർക്കാണ് ഈ ധർമ്മം എന്ന്. ഭിക്ഷുക്കളെ, ഈ രണ്ട് ദർശനങ്ങളുണ്ട്. ദിഠി, ഇവിടെ ദിഠി എന്ന വാക്കിൻ്റെ അർത്ഥം മിഥ്യാദിഠിയാണ്, മിഥ്യാദൃഷ്ടിയാണ്. ആ രണ്ട് ദൃഷ്ടികൾ ഏതൊക്കെയാണ്? ഭവദിഠി, വിഭവദിഠി. ദൃഷ്ടി എന്നത് സംസ്കൃത വാക്കാണ്, ദിഠി എന്നത് പാലി വാക്കാണ്, ദർശനം. അപ്പോൾ രണ്ട് തരത്തിലുള്ള ദിഠികളെക്കുറിച്ച് പറഞ്ഞു. ഭവദിഠി, വിഭവദിഠി. ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത്, വീണ്ടും വീണ്ടും ജനിക്കുന്നത് എന്നാണ് അർത്ഥം. അതായത് നമ്മൾ വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചും കൊണ്ടിരിക്കും എന്നുള്ള ആ ദർശനം, അതാണ് ഭവദിഠി. മറ്റൊന്ന് വിഭവദിഠി, അതായത് ഒരു പ്രാവശ്യം നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജന്മമരണമില്ല, ഇതോടുകൂടി കഴിഞ്ഞു എന്നുള്ള ആ ഒരു ദിഠി. ഇവിടെ ഭവദിഠിയിൽ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. എന്നിലൊരു ആത്മാവുണ്ട്, അതാണ് ജനിച്ചും മരിച്ചും കൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ദർശനം, അതിനെയാണ് ഭവദിഠി എന്ന് പറയുക. ഭിക്ഷുക്കളെ, ഏതെങ്കിലും ശ്രമണ ബ്രാഹ്മണന്മാർ ഭവദൃഷ്ടിയെ അംഗീകരിക്കുന്നു എങ്കിൽ അവർ തീർച്ചയായിട്ടും വിഭവദൃഷ്ടിയെ എതിർക്കുന്നവരായിരിക്കും. അതേപോലെ തന്നെ ഏതെങ്കിലും ശ്രമണ ബ്രാഹ്മണന്മാർ വിഭവ ദൃഷ്ടിയെ അംഗീകരിക്കുന്നവരാണെങ്കിൽ അവർ ഭവദൃഷ്ടിയെ തീർച്ചയായിട്ടും എതിർക്കും. അവർ അതിനെ അംഗീകരിക്കില്ല. ഇവിടെ ശ്രമണ എന്ന വാക്കിൻ്റെ അർത്ഥം ശ്രമണൻ എന്നാണ്. അതായത് ശ്രമം ചെയ്യുന്നവൻ, മുക്തിക്ക് വേണ്ടി ശ്രമിക്കുന്നവൻ. അതിൻ്റെ പാലി വാക്കാണ് സമണൻ എന്ന് പറയുന്നത്. ഭിക്ഷുക്കളെ, എന്നാൽ ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്, അവർക്ക് സത്യമായിട്ടും ഈ രണ്ട് ദൃഷ്ടിയുടെ ഉത്പത്തി, അതേപോലെ തന്നെ ഇല്ലാതാകൽ, അതിൻ്റെ ആസ്വാദനം, അതിൻ്റെ പ്രശ്നങ്ങൾ, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെപ്പറ്റി അവർക്ക് സത്യമായിട്ടുള്ള അറിവുണ്ടായിരിക്കുകയില്ല, ശരിയായിട്ടുള്ള അറിവുണ്ടായിരിക്കുകയില്ല. അത്തരം ആൾക്കാർ രാഗമുള്ളവരായിരിക്കും, ദ്വേഷമുള്ളവരായിരിക്കും, മോഹമുള്ളവരായിരിക്കും, തൃഷ്ണ ഉള്ളവരായിരിക്കും, ഉപാദാനം ഉള്ളവരായിരിക്കും, അതിനെ അംഗീകരിക്കുകയും എതിർക്കുകയും ചെയ്യുന്നവരായിരിക്കും, പാപപ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരായിരിക്കും. അവർ ജന്മം, വാർദ്ധക്യം, മരണം, ശോകം, പരിദേവം, ദുഃഖം, ദോർമനസ്സം, ഉപായാസം അല്ലെങ്കിൽ പ്രയാസം, ഇതിൽ നിന്ന് മുക്തരല്ല. അതായത് അവർ ദുഃഖത്തിൽ നിന്ന് മുക്തരല്ല എന്ന് ഞാൻ പറയുന്നു. എന്നാൽ ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്, അവർ സത്യമായിട്ടും ഈ രണ്ട് ദൃഷ്ടികളുടെ ഉത്പത്തി, ഇല്ലാതാകൽ, ആസ്വാദനം, അതിൻ്റെ പ്രശ്നങ്ങൾ, അതിൽ നിന്ന് രക്ഷപ്പെടൽ എന്നിവ നന്നായിട്ട് അറിയുന്നു. അവർക്ക് രാഗമില്ല, ദ്വേഷമില്ല, മോഹമില്ല, തൃഷ്ണയില്ല, ഉപാദാനമില്ല, അവിദ്യയില്ല. അവർ എന്തെങ്കിലും കാര്യങ്ങളെ അംഗീകരിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്നില്ല. അവർ പാപകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നവരല്ല, പാപങ്ങളെ കുറയ്ക്കുന്നവരാണ്. അവർ ജര, മരണം, ശോകം, പരിദേവം, ദുഃഖം, ദോർമനസം, ഉപായാസം ഇവയിൽ നിന്ന് മുക്തരാണ്. അവർ ദുഃഖത്തിൽ നിന്ന് വിമുക്തരാണ് എന്ന് ഞാൻ പറയുന്നു. ഭിക്ഷുക്കളെ, ഇവിടെ 4 തരത്തിലുള്ള ഉപാദാനങ്ങൾ ഉണ്ട്. ഉപാദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസക്തി, അതിനോട് ഒട്ടിപ്പിടിക്കൽ, അത് എൻ്റെയാണ് എന്ന് കരുതൽ, അതിനൊക്കെയാണ് ഉപാദാനം എന്ന് പറയുന്നത്. ഏതാണ് ആ 4 കാമുപാദാനം, ദിഠുപാദാനം, ശീലബദ്ധുപാദാനം, അത്താവാദുപാദാനം. ഇവിടെ കാമുപാദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നമ്മൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾക്ക് ആസക്തി ഉണ്ടാകും. ആസക്തി ഉണ്ടാകുന്ന സമയത്ത് അത് എൻ്റെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ അത്
ആസ്വദിക്കാൻ തുടങ്ങും. അതിനെയാണ് കാമുപാദാനം എന്ന് പറയുന്നത്. ദിട്ടുപാദാനം എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് ഏതെങ്കിലും ഒരു മിഥ്യാദിട്ടി ഉണ്ടാകും. ഏതെങ്കിലും ഒരു ദർശനം, ആത്മവാദം, അനാത്മവാദം, ആത്മാവുണ്ട്, ആത്മാവില്ല, ഒന്നുമില്ല, അങ്ങനെ ഏതെങ്കിലും ഒരു ദർശനം, മിഥ്യാദർശനം. ശീലബദ്ധ ഉപാദാനം എന്ന് പറയുമ്പോൾ ചിലർക്ക് ചില ആസക്തി ഉണ്ടാവും ചില ശീലങ്ങളോട്. അതായത് അഹിംസ മാത്രം ചെയ്യും, മറ്റൊന്നും ചെയ്യില്ല. അങ്ങനെ ഏതെങ്കിലും ശീലങ്ങളോടോ അല്ലെങ്കിൽ വ്രതങ്ങളോടോ ഉള്ള ആ ആസക്തി, ആ ഒട്ടിപ്പിടിക്കൽ. ചിലർ ഉപവാസം ചെയ്യുന്ന ഒരു വ്രതം എടുക്കും, എന്നിട്ട് ഇത് നല്ലതാണെന്ന് പറഞ്ഞാൽ അതിനോട് ആസക്തിയായി അതിൽ നിന്ന് മുക്തരാകും എന്നുള്ള ചിന്ത അവർക്കുണ്ടാവും. അതിനേക്കാണ് ഉപാദാനം എന്ന് പറയുന്നത്. നാലാമത്തത് അത്താവാദുപാദാനം, അതായത് ആത്മവാദം. എന്നിലൊരു ആത്മാവുണ്ട്, അതാണ് ഈ കാണുന്നത്, അതാണ് കേൾക്കുന്നത്, അതാണ് സുഖദുഃഖങ്ങൾ അറിയുന്നത്. ആ രീതിയിലുള്ള ഒരു മിഥ്യാദൃഷ്ടി, അതും ഒരു ഉപാദാനമാണ്, അല്ലെങ്കിൽ ആസക്തിയാണ്. അത് തൻ്റേതെന്ന് കരുതുന്നു. ഭിക്ഷുവേ, ചില ശ്രമണ ബ്രാഹ്മണന്മാർ ഈ 4 ഉപാദാനങ്ങളെയും പരിജ്ഞാവാദ, അതായത് പരിപൂർണമായിട്ട് അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നവരാണ്. പടിജാനമാന, അറിഞ്ഞു എന്ന് അവർ സമ്മതിക്കുന്നവരാണ്. അങ്ങനെ അവർ കരുതുന്നവരാണ്. തേന സമ്മ സബുപാദാന പരിജ്ഞം പഞ്ഞാപേന്തി, എന്നാൽ അവർ ഈ സർവ ഉപാദാനത്തെയും അറിഞ്ഞു എന്ന് പറയുന്നുണ്ട്, ശരിയായിട്ടുള്ള രീതിയിൽ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ശരിയായിട്ടുള്ള രീതിയിൽ അത് അവർക്ക് മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അവർ സ്വയം അറിഞ്ഞു എന്ന് പറയും, പക്ഷേ മറ്റുള്ളവരെ അത് ബോധ്യപ്പെടുത്താൻ, വ്യാഖ്യാനിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കില്ല. അതാണ് പഞ്ഞാപേന്തി എന്ന വാക്കിൻ്റെ അർത്ഥം. പഞ്ഞാപേന്തി എന്നാണ് പറയുന്നത്. കാമുപാദാനസ്സ പരിജ്ഞം പഞ്ഞാപേന്തി, കാമുപാദാനങ്ങളെ അവർ പരിപൂർണമായിട്ട് മനസ്സിലാക്കി അതിനെ മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കും, വിവരിച്ചു കൊടുക്കാൻ അവർക്ക് സാധിക്കും. ന ദിട്ടുപാനസ്സ പരിജ്ഞം പഞ്ഞാപേന്തി, ന ശീലബദ്ധ ഉപാദാനസ്സ പരിജ്ഞം പഞ്ഞാപേന്തി, ന അത്താവാദുപാനസ്സ പരിജ്ഞം പഞ്ഞാപേന്തി. എന്നാൽ അവർ ദിട്ടി ഉപാദാനത്തെക്കുറിച്ച് പരിപൂർണമായിട്ടും മനസ്സിലാക്കിയിട്ടില്ല, അതിനെ മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ശീലബദ്ധ ഉപാദാനത്തെയും അത്താവാദ ഉപാദാനത്തെയും അവർ പരിപൂർണമായിട്ടും മനസ്സിലാക്കിയിട്ടില്ല, മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ അവർക്ക് കഴിയില്ല. അതെന്തുകൊണ്ടാണ്? അതെന്തെന്നാൽ ആ സമണബ്രാഹ്മണന്മാർ ഈ 3 കാര്യങ്ങളെയും യഥാഭൂതം പ്രജ്ഞാപൂർവം മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ആ സമണബ്രാഹ്മണന്മാർ എല്ലാ ഉപാദാനങ്ങളെയും പരിപൂർണമായിട്ട് പ്രജ്ഞയാൽ അറിഞ്ഞു എന്ന് പറയുന്നത്. എന്നാൽ അവർക്ക് സബുപാദാനത്തെ പരിപൂർണമായിട്ടും അറിഞ്ഞു, പ്രജ്ഞയാൽ അറിഞ്ഞു എന്ന് മറ്റുള്ളവർക്ക് വിവരിച്ചു കൊടുക്കാൻ, വ്യാഖ്യാനിച്ചു കൊടുക്കാൻ അവർക്ക് കഴിയില്ല. അവർക്ക് കാമോപാദാനത്തെപ്പറ്റി പരിപൂർണമായിട്ടും മനസ്സിലായി, അതിനെ അവർക്ക് മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ച് വിവരിച്ചു കൊടുക്കാൻ സാധിക്കും. പക്ഷേ ദിട്ടുപാദാനത്തെപ്പറ്റിയോ ശീലബദ്ധ ഉപാദാനത്തെപ്പറ്റിയോ അത്താവാദ ഉപാദാനത്തെപ്പറ്റിയോ അവർ പരിപൂർണമായിട്ടും മനസ്സിലാക്കിയിട്ടില്ല. അതിനെ മറ്റുള്ളവർക്ക് ഉപദേശിച്ച് വ്യക്തമാക്കി കൊടുക്കാനും അവർക്ക് കഴിയില്ല. വേറെ ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്. അവർ സബ്ബ ഉപാദാനങ്ങളെയും അറിഞ്ഞു എന്ന് പറയുന്നുണ്ട്, അത് സമ്മതിക്കുന്നവരാണ്. എന്നാൽ സബ്ബ ഉപാദാനങ്ങളെയും എങ്ങനെയാണ് പരിപൂർണമായിട്ട് അറിഞ്ഞത് എന്ന് ശരിയായിട്ടുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ച് വിവരിച്ചു കൊടുക്കാൻ അവർക്ക് സാധിക്കില്ല. കാമുപാദാനസ്സ പരിജ്ഞം പഞ്ഞാപേന്തി, ദിട്ടുപാദാനസ്സ പരിജ്ഞം പഞ്ഞാപേന്തി. അവർക്ക് കാമുപാദാനങ്ങളെ പരിപൂർണമായിട്ടും അറിഞ്ഞു, അതിനെ മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ, വിവരിച്ചു കൊടുക്കാൻ അവർക്ക് സാധിക്കും. അതേപോലെ തന്നെ ദിട്ടുപാദാനത്തെയും അവർക്ക് പരിപൂർണമായിട്ടും മനസ്സിലായി, അത് മറ്റുള്ളവർക്ക് വിവരിച്ചു കൊടുക്കാൻ, വ്യാഖ്യാനിച്ചു കൊടുക്കാൻ അവർക്ക് സാധിക്കും. എന്നാൽ ന ശീലബദ്ധുപാദാനസ്സ പരിജ്ഞം പരിജ്ഞാപേന്തി, ന അത്താവാദുപാനസ്സ പരിജ്ഞം പരിജ്ഞാപേന്തി. എന്നാൽ ശീലബ്രത ഉപാദാനത്തെപ്പറ്റി പരിപൂർണമായിട്ടും അവർ മനസ്സിലാക്കിയിട്ടില്ല, അതിനെ മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അത്താവാദ ഉപാദാനത്തെപ്പറ്റി പരിപൂർണമായിട്ട് അവർക്ക് ജ്ഞാനമില്ല, അത് മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കാൻ അവർക്ക് സാധിക്കില്ല. അതെന്തുകൊണ്ടാണ്?
എന്തെന്നാൽ ഈ മാന്യർക്ക് ഈ രണ്ട് കാര്യങ്ങളെ പ്രജ്ഞാപൂർവം ശരിയായിട്ട് അറിയാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ സമണ ബ്രാഹ്മണന്മാർ എല്ലാ ഉപാദാനത്തെപ്പറ്റിയും പരിപൂർണമായിട്ടും അറിഞ്ഞു എന്ന് അവർ സമ്മതിക്കുന്നത്. എന്നാൽ അവർ അത് ശരിയായിട്ട് അറിയുന്നില്ല. അതുകൊണ്ടാണ് കാമുപാദാനത്തെ അവർക്ക് പരിപൂർണമായിട്ടും അറിഞ്ഞു, അതിനെ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ സാധിക്കും. ദിഠുപാദാനത്തെ അവർ പരിപൂർണമായിട്ടും അറിഞ്ഞു, അതിനെ മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ അവർക്ക് സാധിക്കും. പക്ഷേ ശീലബദ്ധ ഉപാദാനത്തെക്കുറിച്ച് അവർ പരിപൂർണമായിട്ടും മനസ്സിലാക്കിയിട്ടില്ല, അതിനാൽ മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കാനും സാധിക്കില്ല. അത്താവാദ ഉപാദാനത്തെ അവർ പരിപൂർണമായിട്ടും മനസ്സിലാക്കിയിട്ടില്ല, അതിനെ മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കാനും അവർക്ക് സാധിക്കില്ല. ഇവിടെ ചില സമണ ബ്രാഹ്മണന്മാരുണ്ട്. അവർ സബ്ബ ഉപാദാനങ്ങളെയും പരിപൂർണമായിട്ടും അറിഞ്ഞു എന്ന് സ്വയം സമ്മതിക്കുന്നവരാണ്. എന്നാൽ ആ സർവ ഉപാദാനങ്ങളെയും എങ്ങനെയാണ് അറിഞ്ഞത് എന്ന് അവർക്ക് ശരിയായി മറ്റുള്ളവരെ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ, വിവരിച്ചു കൊടുക്കാൻ അവർക്ക് കഴിയില്ല. അവർ കാമുപാദാനത്തെ ശരിയായിട്ട് അറിഞ്ഞു, അതിനെ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ സാധിക്കും. ദിഠുപാദാനത്തെ ശരിയായിട്ട് അറിഞ്ഞു, അതിനെ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ സാധിക്കും. ശീലബദ്ധ ഉപാദാനത്തെ ശരിയായിട്ട് അറിഞ്ഞു, അതിനെ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ സാധിക്കും. പക്ഷേ അവർക്ക് അത്താവാദ ഉപാദാനത്തെപ്പറ്റി ശരിയായിട്ടുള്ള ജ്ഞാനമില്ല, അതിനെ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ അവർക്ക് സാധിക്കില്ല. അത് എന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടെന്നാൽ ആ ആൾക്കാർക്ക് ഈ ഒരു കാര്യത്തെപ്പറ്റി യഥാഭൂതം ശരിയായിട്ടുള്ള ജ്ഞാനമില്ല. അതുകൊണ്ട് ആ ശ്രമണ ബ്രാഹ്മണന്മാർ ഞങ്ങൾക്ക് ഈ ഉപാദാനങ്ങളെക്കുറിച്ച് എല്ലാം അറിഞ്ഞു എന്ന് അവർ സമ്മതിക്കുന്നു. പക്ഷേ എല്ലാ ഉപാദാനങ്ങളും പരിപൂർണമായിട്ട് മനസ്സിലാക്കിയത് എങ്ങനെ എന്ന് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല. കാമുപാദാനത്തെപ്പറ്റി, ദിഠുപാദാനത്തെപ്പറ്റി, ശീലബദ്ധ ഉപാദാനത്തെപ്പറ്റി അവർ പരിപൂർണമായിട്ടും മനസ്സിലാക്കി മറ്റുള്ളവർക്ക് അത് വ്യാഖ്യാനിച്ചു കൊടുക്കാനും അവർക്ക് കഴിയുന്നു. എന്നാൽ അത്താവാദ ഉപാദാനത്തെപ്പറ്റി അവർക്ക് പരിപൂർണമായിട്ടും മനസ്സിലായിട്ടില്ല, അതിനെ മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കാനും അവർക്ക് കഴിയുന്നില്ല. അതിനാൽ ഭിക്ഷുക്കളെ, അത്തരം ധർമ്മവിനയത്തിൽ, ഇവിടെ ധർമ്മം എന്ന് പറയുമ്പോൾ ടീച്ചിങ്, വിനയം എന്ന് പറയുന്ന സമയത്ത് നിയമങ്ങൾ, ശാസ്താവിൽ പ്രസന്നരാണ്, ശാസ്താവിൽ വിശ്വാസമുണ്ട്, ശ്രദ്ധയുണ്ട് എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള ശ്രദ്ധയല്ല, അത് ശരിയായിട്ട് വ്യാഖ്യാനിച്ചിട്ടില്ല. അതേപോലെ തന്നെ ധർമ്മത്തിൽ ശ്രദ്ധയുണ്ട് എന്നതിനെ ശരിയായിട്ട് വ്യാഖ്യാനിച്ചിട്ടില്ല. ശീലങ്ങൾ പരിപൂർണമാക്കിയിട്ടുണ്ട് എന്നതിനെ പറ്റിയിട്ട് ശരിയായിട്ട് വ്യാഖ്യാനിച്ചിട്ടില്ല. അതേപോലെ തന്നെ സ്വന്തം ധർമ്മത്തിൽ യാത്ര ചെയ്യുന്ന സഹയാത്രികർ, അവരിൽ ശ്രദ്ധയുണ്ട്, അവരിൽ ഇഷ്ടമാണ് എന്ന് പറയുന്ന കാര്യവും ശരിയായിട്ട് വ്യാഖ്യാനിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണ്? ഭിക്ഷുക്കളെ, അതിൻ്റെ കാരണം ഈ ധമ്മവിനയം എന്നുള്ളത് ശരിയായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടില്ല, ശരിയായിട്ടുള്ള രീതിയിൽ വിവരിച്ചിട്ടില്ല, തെറ്റായിട്ടുള്ള രീതിയിലാണ് വിവരിച്ചിട്ടുള്ളത്. അത് പാപങ്ങളെ ക്ഷയിപ്പിക്കില്ല, അത് നമ്മളെ ശാന്തിയിലേക്ക് നയിക്കില്ല. ആ ധർമ്മവിനയം നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഒരു സമ്യക്കായിട്ടുള്ള സമ്പുദ്ധനല്ല, ബുദ്ധനല്ലാത്ത മറ്റൊരു വ്യക്തിയാണ് അത് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്നാൽ തഥാഗതനാകട്ടെ ഭിക്ഷുക്കളെ, അർഹന്തനാണ്, സമ്മാസമ്പുദ്ധനാണ്, സർവ ഉപാദാനങ്ങളെയും പരിപൂർണമായിട്ട് അറിഞ്ഞവനാണ്, അറിഞ്ഞു എന്ന് സമ്മതിക്കുന്നവനാണ്. അതിനാൽ ആ അറിഞ്ഞ ആ സർവ ഉപാദാനങ്ങളെയും യഥാർത്ഥ രീതിയിൽ വ്യാഖ്യാനിച്ച് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനും അദ്ദേഹത്തിന് കഴിയുന്നു. അദ്ദേഹം കാമുപാദാനങ്ങളെ പരിപൂർണമായിട്ട് മനസ്സിലാക്കി അതിനെ മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ സാധിക്കുന്നു. ദിഠുപാദാനത്തെ പരിപൂർണമായിട്ട് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ സാധിക്കുന്നു. ശീലബദ്ധ ഉപാദാനത്തെ പരിപൂർണമായിട്ട് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ സാധിക്കുന്നു. അത്താവാദ ഉപാദാനത്തെ പരിപൂർണമായിട്ട് മനസ്സിലാക്കി ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കുന്നു. അതിനാൽ ഭിക്ഷുക്കളെ, ഈ ധർമ്മവിനയത്തിൽ ശാസ്താവ് അല്ലെങ്കിൽ ടീച്ചറിലുള്ള ശ്രദ്ധ ശരിയായിട്ട് വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ്, അത് ശരിയായിട്ടുള്ള ശ്രദ്ധയാണ്. അതേപോലെ തന്നെ ധർമ്മത്തിലുള്ള ശ്രദ്ധ, ഇഷ്ടം, അത് ശരിയായിട്ട് വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ്. ശീലങ്ങളിൽ പരിപൂർണമാകൽ, അത് ശരിയായിട്ട് വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ്.
ധർമ്മത്തിൽ ഒപ്പം യാത്ര ചെയ്യുന്നവരോടുള്ള ആ ഇഷ്ടം, സ്നേഹം അത് ശരിയായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ്. അത് എന്തുകൊണ്ടാണ്? അത് എന്തുകൊണ്ടെന്നാൽ ഈ ധർമ്മ വിനയം ശരിയായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടതാണ്, ശരിയായിട്ട് വിവരിക്കപ്പെട്ടിട്ടുള്ളതാണ്, പാപങ്ങളെ ക്ഷയിപ്പിക്കുന്നതാണ്, ശാന്തിയിലേക്ക് നയിക്കുന്നതാണ്, സമ്പുദ്ധനാൽ വിവരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഭിക്ഷുക്കളെ, ഈ 4 ഉപാദാനങ്ങളുടെയും ഉത്പത്തി എന്താണ്? ജനനം എന്താണ്? ഉൽപ്പത്തി എവിടെ നിന്നാണ്? ഈ 4 ഉപാദാനങ്ങളും തൃഷ്ണയിൽ നിന്നാണ് ഉൽപ്പത്തിയായിട്ടുള്ളത്. അതിൽ നിന്നാണ് ഉത്ഭവം, അതിൽ നിന്നാണ് തുടക്കം. അതായത് തൃഷ്ണ അല്ലെങ്കിൽ തനഹ ഇതുണ്ടാകുന്ന സമയത്താണ് ഈ 5 ഇന്ദ്രിയ സുഖങ്ങളും അത് നമ്മളുടേതാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നത്, അതിൽ ആസക്തരാകുന്നത്, കാമുപാദാനം. അതേപോലെ തന്നെ തൃഷ്ണ മൂലമാണ് ദിഷ്ടി അല്ലെങ്കിൽ ദർശനത്തിൽ ആസക്തി ഉണ്ടാകുന്നത്, എൻ്റെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ അതിൽ മുറുകെ പിടിക്കുന്നത്. അതേപോലെ തന്നെ ശീലബദ്ധ പരാമംസത്തിൽ നമ്മൾക്ക് അങ്ങനെയാണ് ആഗ്രഹമുണ്ടാകുന്നത്. അതേപോലെ തന്നെ അത്താവാദ ഉപാദാനം, അതായത് എന്നിൽ ഒരു ആത്മാവുണ്ട് എന്ന ആ ഒരു ദർശനം, അതിൽ ആസക്തരാകുന്നത് ഈ തൃഷ്ണ മൂലമാണ്. ഭിക്ഷുക്കളെ, ഈ തൃഷ്ണയുടെ ഉത്ഭവം എന്താണ്? അത് എവിടെ നിന്നാണ് തുടങ്ങിയത്? അതിൻ്റെ ഉൽപ്പത്തി എവിടെ നിന്നാണ്? തൃഷ്ണ വേദനയിൽ നിന്നാണ് ഉണ്ടായത്, അത് തുടങ്ങിയത് വേദനയിൽ നിന്നാണ്. വേദനയിൽ നിന്നാണ് അതിൻ്റെ ഉൽപ്പത്തി. വേദന എന്ന് പറയുന്ന സമയത്ത് സംവേദന. സുഖകരമാണെങ്കിൽ നമ്മൾ രാഗത്തിൻ്റെ തൃഷ്ണ ഉണ്ടാക്കുന്നു, ദുഃഖകരമാണെങ്കിൽ ദ്വേഷത്തിൻ്റെ തൃഷ്ണ ഉണ്ടാക്കുന്നു. ഭിക്ഷുക്കളെ, വേദനയുടെ ഉൽപ്പത്തി എന്താണ്? അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ നിദാനം എന്താണ്? വേദന ഉണ്ടായത്, അതിൻ്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത് ഫസ്സ് അല്ലെങ്കിൽ സ്പർശമാണ്. സ്പർശത്തിൽ നിന്നാണ് അത് ഉണ്ടായത്. സ്പർശമാണ് അതിൻ്റെ നിദാനം, സ്പർശമാണ് അതിൻ്റെ പ്രഭവ കേന്ദ്രം. അതായത് സ്പർശം ഉണ്ടാകുന്ന സമയത്താണ് ഇന്ദ്രിയങ്ങളിൽ, ഇന്ദ്രിയ വിഷയങ്ങളുമായിട്ട് സ്പർശം ഉണ്ടാകുന്ന സമയത്താണ് വേദന ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സംവേദന ഉണ്ടാകുന്നത്. ഭിക്ഷുക്കളെ, സ്പർശത്തിൻ്റെ ഉത്ഭവം എന്താണ്? അതിൻ്റെ തുടക്കം എന്താണ്? എവിടെ നിന്നാണ് അത് ഉണ്ടായത്? സ്പർശം ഉണ്ടായത് സളായതനത്തിൽ നിന്നാണ്. സളായതനമാണ് അതിൻ്റെ ഉൽപ്പത്തി. അവിടെ നിന്നാണ് അതിൻ്റെ തുടക്കം. അതാണ് അതിൻ്റെ ഉത്ഭവം. സളായതനം എന്ന് പറയുമ്പോൾ 6 വാതിലുകൾ, നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും മനസ്സും, അതാണ് അതിൻ്റെ വിഷയമായിട്ട് സ്പർശമുണ്ടാകുന്നത്. ഭിക്ഷുക്കളെ, ഈ സളായതനത്തിൻ്റെ തുടക്കം എവിടെ നിന്നാണ്? എവിടെ നിന്നാണ് അതിൻ്റെ ഉത്ഭവം? എവിടെ നിന്നാണ് അത് തുടങ്ങിയത്? സളായതനം തുടങ്ങിയത് നാമരൂപത്തിൽ നിന്നാണ്. നാമരൂപമാണ് അതിൻ്റെ തുടക്കം. നാമരൂപത്തിൽ നിന്നാണ് അത് ഉത്ഭവിച്ചത്. അവിടെ നിന്നാണ് അത് ജനിച്ചത്. ഇവിടെ നാമരൂപം എന്ന് പറയുന്നത് ശരീരവും മനസ്സും. നമ്മൾക്ക് ശരീരവും മനസ്സും, അതായത് പുതിയൊരു ജന്മം കിട്ടുന്ന സമയത്താണ് നമ്മൾക്ക് ഈ 6 ഇന്ദ്രിയങ്ങൾ ലഭിക്കുന്നത്. ഭിക്ഷുക്കളെ, ഈ നാമരൂപത്തിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? എവിടെ നിന്നാണ് അത് തുടങ്ങിയത്? എവിടെ നിന്നാണ് അത് ജനിച്ചത്? നാമരൂപം വിജ്ഞാനത്തിൽ നിന്നാണ് തുടങ്ങിയത്, അവിടെ നിന്നാണ് ജനിച്ചത്. അതിൻ്റെ ഉത്ഭവം അവിടെ നിന്നാണ്. അതായത് ഒരു വ്യക്തി മരിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ അവസാനത്തെ വിജ്ഞാനം, അതിനെ ച്യുതി വിജ്ഞാനം എന്ന് പറയുന്നു. ആ വിജ്ഞാനം പാപകരമായിട്ടുള്ള കാര്യത്തിൻ്റെ ആയിരിക്കാം, പുണ്യകരമായിട്ടുള്ള കാര്യത്തിൻ്റേതായിരിക്കാം. ആ വിജ്ഞാനം ഏതൊരു ജീവിയിൽ പോയി ചെന്ന് ചേരുന്നുവോ അതിന് പ്രതിസന്ധി വിജ്ഞാനം എന്ന് പറയുന്നു. അവിടെ നിന്നാണ് പുതിയ ജന്മത്തിൻ്റെ തുടക്കം. ഭിക്ഷുക്കളെ, വിജ്ഞാനത്തിൻ്റെ ഉൽപ്പത്തി എന്താണ്? എവിടെ നിന്നാണ് അത് ഉദയമായത്? എന്താണ് അതിൻ്റെ ഉൽപ്പത്തിക്ക് കാരണം? വിജ്ഞാനത്തിൻ്റെ ഉൽപ്പത്തി സംഖാരത്തിൽ നിന്നാണ്. സംഖാരമാണ് അതിൻ്റെ തുടക്കം. സംസ്കാരത്തിൽ നിന്നാണ് വിജ്ഞാനം ഉണ്ടായത്. ഭിക്ഷുക്കളെ, സംസ്കാരത്തിൻ്റെ ഉത്ഭവം, തുടക്കം, അതിൻ്റെ നിദാനം അത് എന്താണ്? അത് എവിടെ നിന്നാണ് തുടങ്ങിയത്? സംസ്കാരം തുടങ്ങിയത് അവിദ്യയിൽ നിന്നാണ്. അവിദ്യയിൽ നിന്നാണ് അതിൻ്റെ തുടക്കം. അതാണ് അതിൻ്റെ കാരണം, അതാണ് അതിൻ്റെ നിദാനം. അവിദ്യ എന്ന് പറയുന്ന സമയത്ത് അവിദ്യ, അതായത് ദുഃഖം, ദുഃഖത്തിൻ്റെ കാരണം, ദുഃഖത്തിൻ്റെ നിരോധം, ദുഃഖത്തിൻ്റെ നിരോധത്തിൻ്റെ മാർഗം, ഇത് അറിയുന്നില്ല. അതിനെയാണ് അവിദ്യ എന്ന് പറയുന്നത്.
ഭിക്ഷുക്കളെ, ഏതൊരു ഭിക്ഷു അവിദ്യ ഉപേക്ഷിക്കുന്നുവോ വിദ്യ ഉൽപ്പാദിപ്പിക്കുന്നുവോ, അവിദ്യ നഷ്ടമായിക്കൊണ്ട് അവൻ വിദ്യയെ ഉൽപ്പാദിപ്പിക്കുന്നു. ആ സമയത്ത് ആ ഭിക്ഷു കാമുപാദാനത്തെ, ദിട്ടുപാദാനത്തെ, ശീലബദ്ധ ഉപാദാനത്തെ, അത്തവാദ ഉപാദാനത്തെ തൻ്റേതെന്ന് കരുതുന്നില്ല. ന ഉപാദീയതി. കാരണം എന്താണ്? ഇവിടെ വിദ്യ ഉണ്ടായി. വിദ്യ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം അനിത്യമാണ്, തൻ്റേത് ഒന്നുമില്ല എന്ന് മനസ്സിലായി. അനിച്ച, ദുഃഖ, അനത്ത, ഇത് പരിപൂർണമായിട്ട് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ 4 ഉപാദാനത്തിലും ആസക്തരാകാത്തത്. ആസക്തരാകാത്തതുകൊണ്ട് അവർക്ക് ഉത്കണ്ഠയില്ല, ഭയമില്ല. ഉത്കണ്ഠ ഇല്ലാത്തതുകൊണ്ട് അവർ നിർവ്വാണം നേടുന്നു, അതായത് മുക്തരാകുന്നു. അതായത് നമ്മൾ ഒന്നിലും ആശ്രയിക്കുന്നില്ല, നമ്മൾ പിടിക്കുന്നില്ല എങ്കിൽ നമ്മൾക്ക് ഒട്ടും തന്നെ ഉത്കണ്ഠയോ ഭയമോ ആകാംക്ഷയോ ഒന്നും ഉണ്ടാകുന്നില്ല. നമ്മൾ ഒന്നിനെയും പിടിക്കുന്നില്ല ഉള്ളിലെ. അപ്പോൾ നമ്മൾ മുക്തരാകുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി, ജന്മം ഇല്ലാതായി, ബ്രഹ്മചര്യം ജീവിതം അവസാനിച്ചു, എന്തൊന്ന് ചെയ്യേണ്ടതുണ്ടോ അത് ചെയ്തു, ഇനി ഒരു പുനർജന്മം എനിക്ക് ഇല്ല എന്ന് മനസ്സിലായി. അതായത് അർഹന്തരായി. അത് പ്രജ്ഞാപൂർവം അവർക്ക് മനസ്സിലായി. ഇതാണ് ഭഗവാൻ ബുദ്ധൻ പറഞ്ഞത്. തൃപ്തരായിട്ടുള്ള ഭിക്ഷുക്കൾ ഭഗവാൻ ബുദ്ധൻ്റെ ഉപദേശത്തെ അഭിനന്ദിച്ചു. ഏതെങ്കിലും അന്യധർമ്മക്കാർ ഞങ്ങളുടെ വാദമാണ് ശരി എന്ന് പറയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മടിക്കരുത്. കൂടുതൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അല്പസമയം പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വ പ്രാണികൾക്കും സുഖം, സന്തോഷം ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വ പ്രാണികളും അധോലോകത്തിലെയും മനുഷ്യലോകത്തിലെയും ദേവലോകത്തെയും അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വ പ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.